ഇത് പണ്ടുള്ള മൂവീസിൽ, നാടകങ്ങളിൽ അങ്ങനെയൊക്കെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ ഹെയർ വിഗ് എന്നുള്ളത്. ഒരു ഹെയർ സിസ്റ്റത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഹെയർ വിഗിൽ നിന്നാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് പണ്ടുള്ള മൂവീസിൽ, നാടകങ്ങളിൽ അങ്ങനെയൊക്കെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ ഹെയർ വിഗ് എന്നുള്ളത്. നമ്മുടെ മനസ്സിലേക്ക് അത് തന്നെയാണ് കേൾക്കുമ്പോഴൊരു ഒരു ഭീകരവും പോലെ വരുന്നത്. കാരണം വല്ലാണ്ട് ഒരു തിക്നെസ്സിൽ, ഒരുപാട് ലെങ്ത്തിൽ, ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇന്നത്തേക്ക് ഒരു ഹെയർ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു കൺസെപ്റ്റിന് വല്ലാത്ത ചേഞ്ച് ഉണ്ട്. ഇതിൽ വരുമ്പോൾ ആ ഒരു സെയിം ടെക്സ്ചറും കളറ്, കേള്, ഡെൻസിറ്റി അങ്ങനെ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല, ഇത് വളരെ എന്താ പറയുക, ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, കംഫർട്ടാണ്. ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ള ലേസ് മെറ്റീരിയൽ നമുക്കിതിൽ വരുന്നുണ്ട്. സോ ഒരു സഫോക്കേറ്റഡ് ആയിട്ടുള്ള ഫീലും കാര്യങ്ങളും ഉണ്ടാവുന്നില്ല. അപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി നാച്ചുറൽ ഹെയർ ആണ് ഇതിൽ വരുന്നത്. ആൻഡ് പ്രോപ്പർ ഹെയർ ലൈൻ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹെയർ ലൈനാണ്. ഓരോ സ്റ്റാൻഡ് ഓഫ് ഹെയറും നേരിട്ട് സ്കാൽപ്പിൽ നിന്ന് വരുന്ന ഒരു ഫീല് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. കാഴ്ചയിൽ മനസ്സിലാക്കപ്പെടുന്നില്ല. അത് തന്നെയാണ് വിഗിൽ നിന്നിട്ട് ഒരു ഹെയർ സിസ്റ്റത്തിലേക്കുള്ളൊരു മാറ്റത്തിലെ പ്രധാന ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്.